നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് കാർ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ കുതിച്ചുയരുന്നു. ഇൻഷുറൻസ് പ്രീമിയം വിലയിരുത്തുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന സിസ്റ്റമായിരുന്നു ഗ്രൂപ്പ് ബേസ്ഡ് സിസ്റ്റം ഓഫ് ഇൻഷുറൻസ്. ഈ സിസ്റ്റത്തിന്റെ വാഹനത്തിന്റെ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾക്കായി 50 കാറ്റഗറിയായി തിരിച്ചിട്ടാണ് ഇൻഷുറൻസ് വിലയിരുത്തപ്പെടുന്നത്. കാരണം പെട്രോൾ, ഡീസൽ വാഹനങ്ങൾക്ക് നിരവധി റീപ്ലേസ്മെന്റ് പാർട്സുകൾ ലഭ്യമായിരുന്നു. എന്നാൽ ഭാവിയിൽ ഇൻഷുറൻസ് നിർണ്ണയിക്കുന്നതിനായി പുതിയൊരു സിസ്റ്റമായ VRR അഥവാ വെഹിക്കിൾ റിസ്ക് റേറ്റിംഗ് എന്ന പുതിയ സിസ്റ്റത്തിൽ വെറും 5 കാറ്റഗറിയായി മാത്രമാണ് തരംതിരിക്കപ്പെടുന്നത്. പെർഫോമൻസ്, ഡാമേജബിലിറ്റി, സേഫ്റ്റി, സെക്യൂരിറ്റി, പിന്നെ റിപ്പയറബിലിറ്റി. ഇതിൽ അവസാനത്തെ കാറ്റഗറിയായ റിപ്പയറബിലിറ്റിയിൽ ആണ് EV വാഹനങ്ങളുടെ ഇൻഷുറൻസ് കൂടാൻ കാരണമായ ഘടകം. ഇതിന് മുഖ്യ കാരണമായി കണക്കാക്കപ്പെടുന്ന ബാറ്ററി റീപ്ലേസ്മെന്റിന്റെ ചെലവാണ്. Confused.com വെബ്സൈറ്റിന്റെ കണക്കുകൾ പ്രകാരം EV കാറിന് £910 ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് ഒരു ഹൈബ്രിഡ് കാറിന് £790, പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാറിന് £670 ശരാശരി പ്രീമിയം. ഇൻഷുറൻസ് കമ്പനിയായ QBEയുടെ വക്താക്കൾ EV കാറുകളുടെ ഇൻഷുറൻസ് 25% വർദ്ധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കടുത്ത ജലക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന ആശങ്ക ഉയരുന്നതിനാൽ ഹോസ് പൈപ്പ് നിരോധനം ഏർപ്പെടുത്താം. പോർട്സ്മൗത്ത്, ബ്രിസ്റ്റോൾ, കേംബ്രിഡ്ജ്, സൗത്ത് സ്റ്റാഫോർഡ്ഷെയർ വാട്ടർ എന്നീ കമ്പനികൾ വരുന്ന വളർച്ചയുടെ സമയത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരിക്കില്ല എന്ന് ഒരു റിപ്പോർട്ടിൽ പറയുന്നു. ജലവിതരണത്തിന്റെ 1/5 ടാപ്പുകളിൽ എത്തുന്നതിന് മുൻപ് ചോർച്ചയിലൂടെ നഷ്ടപ്പെടുന്നതായുള്ള കണക്കുകൾ കണ്ടെത്തി. സമീപ വർഷങ്ങളിൽ ഈ കണക്ക് കുറഞ്ഞു വന്നു. 2022 വേനൽക്കാലത്താണ് ബ്രിട്ടൻ ചരിത്രത്തിലെ ഏറ്റവും മോശമായ വരൾച്ചയെ അഭിമുഖീകരിച്ചത്. ഈ സമയത്താണ് വ്യാപകമായ നിരോധനം കൊണ്ടുവന്നത്. വരൾച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി ഏജൻസി ജല മാനേജ്മെന്റിനെ തങ്ങളുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അഭയാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്രയ്ക്ക് U-turn കോൾ. അഭയാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര ഒഴിവാക്കാനുള്ള സ്കോട്ടിഷ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ U-turn വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പൊതുചിലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റിൽ സ്കോട്ടിഷ് സർക്കാർ ഈ നയം ഒഴിവാക്കിയിരുന്നു. മുൻ പ്രധാനമന്ത്രി ഹംസ യൂസഫ് കഴിഞ്ഞ നവംബറിൽ പദ്ധതി സ്ഥിരീകരിച്ച് ഇതിനായി £2 മില്യൺ നീക്കിവെച്ചിരുന്നു. എന്നാൽ 2024-25 സാമ്പത്തിക വർഷത്തേക്ക് സന്തുലിതവും സുസ്ഥിരവുമായ ചെലവ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനായി തങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടെന്ന് സ്കോട്ടിഷ് സർക്കാർ വക്താവ് പറഞ്ഞിരുന്നു. സ്കോട്ട്ലൻഡിൽ അഭയം തേടുന്ന ആളുകൾക്ക് 22 വയസ്സ് താഴെയുള്ളവരും 60 വയസ്സിന് മുകളിലുള്ളവരുമായ വികലാംഗർ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇളവുകൾ സർക്കാർ വക്താവ് എടുത്തു പറഞ്ഞു. മലയാളി അസോസിയേഷൻ ഓഫ് UKയുടെ നേതൃത്വത്തിൽ വിജയദശമി ആഘോഷം. ഒക്ടോബർ 13 കേരള ഹൗസിൽ വെച്ച് മലയാളി അസോസിയേഷൻ ഓഫ് UKയുടെ നേതൃത്വത്തിൽ വിജയദശമി ആഘോഷിക്കും. നൃത്ത സംഗീത കലകളിൽ ആദ്യാക്ഷരം കുറിക്കാൻ ഈ അവസരം ഉപയോഗിക്കാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൗണ്ടി ടൗണിൽ സ്കൂൾ ബസ് അപകടത്തെ തുടർന്ന് കുട്ടികൾക്ക് പരിക്കേറ്റു. 40ഓളം കുട്ടികൾ ഉണ്ടായിരുന്ന ഡബിൾ ഡെക്കർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ നോർത്ത് ഐലൻഡ് ആംബുലൻസ് സർവീസ് സംഭവത്തെ അതീവ ഗുരുതരമായ സംഭവമായി ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് അതീവ ഗുരുതരമല്ല എന്നും ഡിക്ലെയർ ചെയ്തു. അപകടം സംഭവിക്കുമ്പോൾ ഡ്രൈവറിനെ കൂടാതെ 43 സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു. പോലീസ് സർവീസ് ഓഫ് നോർത്തേൺ ഇംഗ്ലണ്ടിന്റെ കണക്കുകൾ പ്രകാരം 4 കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നും അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നും അറിയിച്ചു. വൈകിട്ട് 4 മണിയോടെ കരോഡോറിനടുത്ത് ബാലിബ്ലാക്ക് റോഡ് ഈസ്റ്റിലാണ് അപകടം സംഭവിച്ചത്. ഫീനിക്സ് നോർത്താംപ്ടൺ ക്ലബ്ബ് 7ാമത് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ടീമുകൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഫീനിക്സ് ക്ലബ്ബ് മലയാളികൾക്ക് വേണ്ടി നടത്തുന്ന 7ാമത് UK ഡബിൾസ് ടൂർണമെന്റ് ഒക്ടോബർ 19 നോർത്താംപ്ടണിലെ കരോളിൻ ചഷം സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു. വിജയികൾക്ക് ആകർഷകമായ ക്യാഷ് പ്രൈസ് അടങ്ങുന്ന സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. UKയിലെ എല്ലാ മലയാളികളെയും സംഘാടകർ ഈ ബാഡ്മിന്റൺ ടൂർണമെന്റിലേക്ക് ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ടീമുകളെ രജിസ്റ്റർ ചെയ്യുന്നതിനും സംഘാടകരുമായി ബന്ധപ്പെടാം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.